ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് മീനങ്ങാടിയാണ്. അങ്ങനെ നമ്മൾ ഇന്ന് ബസ്സിലാണ് യാത്ര. അപ്പം നമ്മൾ കാക്കവയൽ വഴി ആണ് വന്നിട്ടുള്ളത്, അമ്പലവയലിൽ നിന്ന്. അപ്പം നമ്മൾ മീനങ്ങാടിയിലെത്തി. ഏകദേശം കൽപ്പറ്റ സുൽത്താൻ ബത്തേരി റോഡിൽ ആണ് ബസ് സ്റ്റാൻഡ് ഉള്ളത്. ഇതാണ് ബസ് സ്റ്റാൻഡ്. കുറച്ച് താഴോട്ട് ഇറങ്ങി ബസ്സുകളിൽ നിർത്തിയിരുന്ന സ്ഥലങ്ങൾ ഇതാണ്. മീനങ്ങാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, മീനങ്ങാടി കാർഷികത്തിൽ ഇതിന് മുന്നും നല്ല മുന്നേറ്റങ്ങളുള്ള സ്ഥലം തന്നെയാണ് മീനങ്ങാടി. പിന്നെ മീനങ്ങാടി 54 എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ സ്റ്റേഡിയം ഉള്ളത്. ക്രിക്കറ്റിൻ്റെ അവിടെ പ്രാക്ടീസിനൊക്കെ ഇൻ്റർനാഷണൽ ടീമുകളൊക്കെ വരുന്ന ഒരു സ്ഥലം കൂടിയാണ് അത്. അപ്പോൾ ഏകദേശം നമ്മൾ ടൗണിലേക്ക് വന്നു. ടൗണിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ സുൽത്താൻ ബത്തേരി പോലെ തന്നെ അവിടെയും നല്ല പൂച്ചെടികളെല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അത് വയനാട്ടിലെ മിക്ക ടൗണുകളിലും ഇപ്പോൾ ഇതുപോലെ മാറിയിട്ടുണ്ട്. അത് ആദ്യം കൊണ്ടുവന്നത് സുൽത്താൻ ബത്തേരിയിലാണ് അവർ. ഇപ്പം ഒരുവിധം ടൗണുകളിലൊക്കെ ചെടി വെച്ച് പിടിപ്പിക്കുന്ന രീതിയുണ്ട്. ഇത് കണ്ടോ, നല്ല വാഴക്കൊലകളെല്ലാം കൃഷി ചെയ്ത് വെട്ടി കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വാഴക്കൊലകൾക്ക് പണ്ട്, ഇപ്പോഴേ കൽപ്പറ്റയാണ്, പണ്ടൊക്കെ മാർക്കറ്റ് നിശ്ചയിച്ചിരുന്നത് മീനങ്ങാടിയിലെ വാഴക്കൊല വ്യാപാരികളാണ് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇപ്പം പിന്നെ അത് കൽപ്പറ്റയാണല്ലോ. അതുപോലെ തന്നെ കാർഷികത്തിലെ എല്ലാ കൃഷികളും മീനങ്ങാടി നന്നായിട്ട് ഉണ്ട്. ഇത് നമ്മൾ സാധാ പച്ചക്കയ്പ, ഇത് നമ്മൾ സാധാ കയ്പ, അതാണ്. ഇത് അതേമാതിരി കുറ്റി ബീൻസ്, ഇത് വള്ളി ബീൻസ്, അങ്ങനെ ഓരോ സൈസാണ്. അപ്പോൾ ഏകദേശം ഇപ്പോൾ നമ്മളുള്ളത് ഒരു ജംഗ്ഷൻ ഉണ്ട്. ഇവിടെ 2 റൂട്ടായി തിരിഞ്ഞു പോണത്. അത് കാര്യമ്പാടി വഴി പോണതാണ് ആ റൂട്ട്. ഇതാണ് ആ ജംഗ്ഷൻ. ഇവിടുന്ന് ബസ്സുകൾ നേരെ പോണത് സുൽത്താൻ ബത്തേരി ആ വഴി പോണത് കാര്യമ്പാടി വഴി പനമരം, പടിഞ്ഞാറത്തറ ഭാഗത്തേക്കൊക്കെ പോണ റൂട്ടാണത്. അങ്ങനെ പിന്നെ ഇതാണ് മീനങ്ങാടിയിലെ കൃഷികളൊക്കെ നടക്കുന്ന നല്ല പച്ചപ്പുള്ള സ്ഥലങ്ങളായിരിക്കും. അപ്പോൾ ഏകദേശം ഇതൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഏകദേശം ബത്തേരി പോലെ തന്നെയാണ് മീനങ്ങാടി ടൗണായി വരുന്നുണ്ട്, നല്ല വൃത്തിയിലൊക്കെ. ഓക്കെ, ബൈ.